അമ്പോ എന്തൊരു കളക്ഷനാണ് ഇവിടെ. ഇവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് ഒരു രക്ഷയില്ല, അത്രയും നല്ല കളക്ഷൻസ് കൊള്ളാല്ലേ. ആ സൺഡേ ആയിട്ട് ഞാൻ ഇന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. എല്ലാ സൺഡേ തന്നെയാണല്ലോ പറയാറ്. അപ്പോൾ ഞാൻ മെട്രോയിൽ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാറ്. പക്ഷേ ഇനി ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകാമെന്നാണ്. ചെറിയൊരു എന്തൊക്കെയൊക്കെയോ ഒരു അൺകംഫർട്ടൊക്കെ ഉണ്ട്. ബട്ട് ഓക്കെ, കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് അല്ലേ. സൺഡേ ആയിട്ട് എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഗിൽറ്റി അടിക്കാം, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജയനഗറിൽ പോവാന്ന്. ഞാനങ്ങനെ മെട്രോയും കയറിയിട്ട് ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഓക്വേർഡ് ആവുക. ഇത്രയും ആൾക്കാരുള്ളത് കൂടെ കയറി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസോ മറ്റു സംഭവങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓക്വേർഡ് ആവണു. അതേ സ്ഥലമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസ് ഒന്നും വരാറില്ല എന്നാണ്. സോ അത് ഇപ്പോൾ ആൾക്കാരും കൂടി ഇടയിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് തീരെ വരുന്നില്ല. കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഫൈനലി അങ്ങനെ മെട്രോയിലൊക്കെ കയറിയിട്ട് വന്നു. അത്ര വലിയ സംഭവമുള്ള കാര്യങ്ങളൊന്നും അല്ല, വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അവരുടെ കൂടെയാണ് ഞാൻ അധികവും വരാറ് മെട്രോയിലൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മെട്രോയിൽ കയറി, 2 മെട്രോ മാറിയൊക്കെ കയറി. ഞാനൊരു ചായ കുടിച്ചിട്ട് ഋതുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഋതു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഋതു വന്നിട്ട് വേണം നമ്മളൊരു ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ജിംകീൻ്റെ ഒരു സ്റ്റോർ ഇവിടെ ഉണ്ട് ജയനഗറിൽ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോണത്. അവൾ വന്നിട്ടില്ല. അവൾ വന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഏതോ ഒരു ഇടവഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും അധികം ഉണ്ട്, ചുറ്റും ആൾക്കാരുണ്ട്. പക്ഷെ മറ്റേടത്ത് അത്ര വലിയ ക്രൗഡില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കണ്ട് എന്താ ചെയ്യുക, ഏതാ പറയേണ്ടതെന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്നെ അറിയില്ല. ഞാൻ കാണിച്ചു തരാം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴി. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഇതാണ് റോഡ്. കമ്പാരിറ്റീവ്ലി ആൾക്കാർ ഭയങ്കര കുറവാണുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നു. ഇനി ഋതു വരണം. ഋതു വരാറായിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ ഇത്രയും സമയം, ഏകദേശം ഒരു 5:45 ആകുമ്പോഴേക്ക്, ഒരു 6 മണിൻ്റെ ഉള്ളിൽ അവൾ എത്തുന്നുണ്ടാവും. അവൾ എത്തിയിട്ട് വേണം നമുക്ക് ആ ഒരു കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ കടയിൽ പോയിട്ട് അവിടെ ഭയങ്കര ജുംക്കീൻ്റെ കളക്ഷൻസ് ഉണ്ട് പറഞ്ഞു. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നിറങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ്. അപ്പോൾ വിചാരിച്ചു അവിടേക്കൊന്ന് പോകാമെന്ന്. ഇന്ന് ആക്ച്വലി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, പോകണമെന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇന്ന് പുറത്തേക്ക് വേണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇന്നലെ പനി ഒക്കെ ആയിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും ഒരു സൺഡേ അല്ലേ, വെറുതെ കളയണ്ട വിചാരിച്ചു. ഒരു സഡൻ പ്ലാനായിരുന്നു. പിന്നെ ഋതു വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചത്. അതുവരെ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചത്. അതുവരെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കുറേ ഡ്രസ്സുകളുണ്ട്, വിൻ്റർ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതും തപ്പി ഇവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഋതു ബാർഗെയിൻ ചെയ്തിട്ട് വയ്യാണ്ടേ. ഞങ്ങള് തമിഴില് ഇംഗ്ലീഷില് ഹിന്ദിയില് എല്ലാത്തിലും ബാർഗെയിൻ ചെയ്തു. പക്ഷെ കുറച്ച് കിട്ടിയില്ല. തെലുങ്ക് അറിയില്ലല്ലോ. നയ പൈസ ഇല്ലാണ്ട് ജയനഗറിക്ക് വന്ന അങ്ങോട്ട് പോവാം. അയ്യോ, ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഞങ്ങളിങ്ങനെ നിൽക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാം 200 ഉള്ളൂ. കയ്യിൽ പൈസ എല്ലാണെങ്കിൽ എടുക്കാൻ. ഋതു എടുക്കണ്ടേ? ഈ മാക്സി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെ ഓർമ്മ വന്നു. അച്ഛനല്ല, അമ്മേനെയും കുഞ്ഞച്ചനെയും വലിയച്ഛനെയൊക്കെ. അയ്യോ,
ചുരിദാറുകളുണ്ട്. ആ അത് രസമല്ല അല്ലേ? ഞാൻ നീളത്തിലുള്ള വിചാരിച്ചു. നല്ല ഭംഗിയുള്ള ബ്ലൗസ്. അതെന്താ ചുരിദാറാ? നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സുഖം ഉണ്ടാവും ഇടാന്. എനിക്ക് അടുത്ത് കടം ചോദിക്കുന്ന ഋതു. ആദ്യം അവൾ അച്ഛൻ്റെ അടുത്ത് 1000 ചോദിച്ചു, പിന്നെ വീണ്ടും അച്ഛൻ അറിയാണ്ട് അമ്മയുടെ അടുത്ത് 1000 ചോദിച്ചു. അത് അമ്മ അറിഞ്ഞല്ല, അമ്മ അറിഞ്ഞു ഓൾറെഡി. പലാസോ പലാസോ എന്ത് വേണം നമ്മുടെ മോള് മേടിച്ചു കൺവിൻസ് ചെയ്യാണ് അമ്മേനെ വിളിച്ചിട്ട്. യെസ് കൊള്ളാം. ഇത് ഞാൻ ഭംഗി മാറ്റതാ. ഇതാ കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലേ. ഇത് 100 രൂപയ്ക്ക് നല്ല ജുംകാസ്, നല്ല രസമുള്ള ജുംകാസ്. ട്രഡീഷണൽസ് ആണ്. അതിന് ഹെവി വേണോ? ഇറുക്ക് നമ്മുടെ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ? അമ്പോ എന്തൊരു കളക്ഷനാണ് ഇവിടെ. നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ മുടിഞ്ഞ വിലയുണ്ട്. പക്ഷെ കൊള്ളാം. ഏത്? അതെ, അതിന് 69 രൂപയുള്ളൂ. ഇതിന് തന്നെ 69 രൂപ ഉണ്ട്. പക്ഷെ നല്ല കളക്ഷൻസാണ്. ഇവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് ഒരു രക്ഷയില്ല, അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നല്ല പൈസയുണ്ട്. കാശില്ല. ഞങ്ങൾ വെറുതെ വന്നിട്ട് വായി നോക്കിയിട്ട് പോകും. ഇവിടെ എല്ലാവരുടെ അടുത്ത് കയ്യിലും മറ്റേ ഇതുണ്ട്, ബാസ്ക്കറ്റ് ഉണ്ട്. ഞങ്ങളുടെ മാത്രം ബാസ്ക്കറ്റ് എടുക്കും, പക്ഷെ ഒന്നും എടുക്കില്ല മാത്രം. എന്തെങ്കിലുമൊക്കെ എടുക്കണം വെച്ചിട്ട് വന്നാ കേട്ടോ. പക്ഷെ അല്ലേ, ഭയങ്കര പൈസയാണ്. പക്ഷെ പൈസക്കുള്ളത് ഉണ്ട്. കളക്ഷൻസ് കണ്ടോ? അടുത്ത സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇനി മുകളിലത്തെ സെക്ഷനിലേക്ക് പോവാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇതെന്ത് രസോ കാണാന്. എന്തൊക്കെയോ നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ? എൻ്റെ അടുത്ത് ഒരു ഡ്രസ്സിനാണ് അതിന്റെ മോഡല്. നല്ല കളക്ഷൻസ് ഉള്ള സ്റ്റോറാണിത്. ഞാൻ ചോക്ലേറ്റും അവള് ബ്ലാക്ക് കറും. നമ്മൾ ക്ഷീണിച്ചു, നടന്ന് ക്ഷീണിച്ചു. കൊള്ളാല്ലേ? പക്ഷെ അടിക്കില്ല. കൊള്ളാം. ഇപ്പത്തേക്കോ വിടല്ലേ? ഇതാണോ ഒക്കെയാണോ രസം? നല്ല ചപ്പൽസ്, നല്ല രസം എടുത്തത്. മുന്തിന നിന്താനാ? ഞങ്ങളങ്ങനെ
ജയനഗർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി, ഐലൈനർ പോയി. അതിൻ്റെ ലിപ്പാൻ വരെ അല്ല ലിപ് ലൈനർ. ഇവിടെ ലിപ് ലൈനർ ഞാൻ എടുത്തു. കള്ളിയാ കള്ളി. നോക്കൂ ഞങ്ങൾ മേടിച്ചത്. ഞങ്ങളല്ല, ഞാനല്ല, ഇവളാണ് കുറെ ഷോപ്പ് ചെയ്തത്. ഞാനൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. ഞാനാകെ 100-200 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ടുള്ളൂ. ഇവള് ഫുള്ള് റിച്ച് ആയതുകൊണ്ട് 2000-3000 രൂപയ്ക്കൊക്കെ ഷോപ്പ് ചെയ്തു. നമ്മള് പാവം 100 രൂപയ്ക്കൊക്കെ ഷോപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും മേടിച്ചില്ല അവള്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.